ഈ വിമതശല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്തായാലും വിമതശല്യം ഒഴിവാക്കാൻ DCC നേതൃത്വം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അതൊക്കെ ശ്രമങ്ങളൊക്കെ പാളിപ്പോയി എന്നുള്ളത് തന്നെയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മത്സര രംഗത്ത് ഉള്ള സ്വതന്ത്രരിൽ 12 പേർ UDF വിമതരാണ്. ആലുവ, കളമശ്ശേരി, മൂവാറ്റുപുഴ നഗരസഭകളിലായി 20-ലധികം UDF വിമതരും രംഗത്തുണ്ട്. കൊച്ചിയിലെ UDF വിമതർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാൻ കാരണം എങ്ങനെയാണ്? നമുക്ക് നോക്കാം. തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കം മുതൽക്ക് പറയുന്നുണ്ട് വിമതശല്യം എത്രത്തോളം ഉണ്ട് UDFനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മത്സര രംഗത്ത് എന്നുള്ള കാര്യം. എന്തായാലും നിലവിൽ എങ്ങനെയാണ്? അതായത് VD സതീശനുമായി ബന്ധപ്പെട്ട് VD സതീശനോട് എതിർപ്പുള്ള ചില ആളുകളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നറിയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് തിയോഫിൻ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഭദ്ര. കൊച്ചിയിൽ വളരെയധികം വിമതരുള്ള ഒരു സ്ഥലമാണ്. എറണാകുളം ജില്ലയിൽ ധാരാളം വിമതരുണ്ട്. അത് കോർപ്പറേഷനിലുണ്ട്, മറ്റ് നഗരസഭകളിലുണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ 100 കണക്കിന്, അങ്ങനെ ഇഷ്ടം പോലെ വിമതരുണ്ട്. ഇത്രയധികം വിമതരുണ്ടാകാനുള്ള ഒരു കാരണം VD സതീശൻ, ഇവിടുത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഈ രണ്ടുപേരുടെ ഇവരുടെ ഒരു സഖ്യം ഈ കൂട്ടുകെട്ടിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ യാതൊരു തർക്കവുമില്ലാതെ ഐക്യത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഒരു തർക്കവും ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ തന്നെ പൊട്ടിത്തെറി തുടങ്ങി. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് ആണ് ആദ്യം തങ്ങളുടെ പ്രതിഷേധം തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ മറ്റ് നിരവധി പേർ രംഗത്തെത്തി. മുൻ കൗൺസിലർമാർ ഉൾപ്പെടെ കൊച്ചി കോർപ്പറേഷനിൽ വിമതരായി മത്സരിക്കുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഈ ഗ്രാമപഞ്ചായത്തുകളാകട്ടെ വാർഡ് മെമ്പർമാർ, അങ്ങനെ സിറ്റിംഗ് മെമ്പർമാരും ഡിവിഷൻ കൗൺസിലർമാരും ഒക്കെ വിമതരായി മത്സരരംഗത്തുണ്ട്. കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് നോക്കിയാൽ പ്രത്യക്ഷത്തിലും പരോക്ഷമായും തന്നെ 12 ഡിവിഷനുകളിലാണ് UDFന് വിമതരുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പാലാരിവട്ടം ഡിവിഷനിലാണ്. പാലാരിവട്ടം ഡിവിഷനിലുള്ള വിമത സ്ഥാനാർത്ഥി ജോസഫ് അലക്സ് ആണ്. ജോസഫ് അലക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃക്കാക്കര മണ്ഡലത്തിലെ UDF ചെയർമാനാണ്. തൃക്കാക്കര നിയോജക മണ്ഡലം നേരത്തെ ഉമാ തോമസ് MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ജോസഫ് അലക്സ് ആണ്. തൃക്കാക്കരയിൽ നിന്നുള്ളൊരു കോംപ്രമൈസിൻ്റെ ഭാഗമായി പാലാരിവട്ടം ഡിവിഷൻ നേരത്തെ ഇദ്ദേഹത്തിന് നൽകാമെന്ന് UDF നേതൃത്വം സമ്മതിച്ചിരുന്നതാണ്. കോൺഗ്രസ് DCC ഉൾപ്പെടെ സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ ഒഴിവാക്കി പാലാരിവട്ടം ഡിവിഷനിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്നാണ് ജോസഫ് അലക്സ് അവിടെ പാലാരിവട്ടത്ത് വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഈ സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തുകയും അതിനു മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തുകൾ വരെ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും സജീവമായി ഈ പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കാനാണ് ജോസഫ് അലക്സിൻ്റെ തീരുമാനം. കോണം ഡിവിഷനിൽ KR പ്രേംകുമാർ മുൻ ഡെപ്യൂട്ടി മേയറാണ് UDFൻ്റെ. ചുള്ളിക്കൽ ഡിവിഷനിൽ മുൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു, ഗിരിനഗർ ഡിവിഷനിലും സിറ്റിംഗ് കൗൺസിലർ മാലിന്യ കുറുപ്പ് മത്സരിക്കുന്നുണ്ട്. ഈ മാലിന്യ കുറുപ്പിനെ സംബന്ധിച്ച് മാലിന്യ കുറുപ്പിൻ്റെ ഡിവിഷൻ ഗിരിനഗർ ഡിവിഷൻ ജനറൽ ഡിവിഷനായി മാറിയപ്പോൾ മാലിന്യ കുറുപ്പിനെ അവിടെ നിന്ന് ഒരു വനിതാ ഡിവിഷനിലേക്ക് മത്സരിക്കാനായിട്ടായിരുന്നു നിർദ്ദേശം. എന്നാൽ താൻ മത്സരിക്കുന്ന ഡിവിഷനിൽ തന്നെ വേണം, അല്ലെങ്കിൽ ഗിരിനഗർ തന്നെ വേണമെന്ന് മാലിന്യക്കുറുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. തുടർന്നാണ് ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി മാലിന്യക്കുറുപ്പ് പത്രിക നൽകിയത്. ഇവർ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസം കഴിഞ്ഞപ്പോഴും പത്രിക പിൻവലിച്ചിട്ടില്ല. ശക്തമായി തന്നെ പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കാനാണ് മാലിന്യക്കുറുപ്പിൻ്റെ ഒരു തീരുമാനം. പെരുമ്പടപ്പ് ഡിവിഷനിൽ കൊച്ചിയിലെ കാര്യം നമ്മൾ ഒന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ 12ഓളം വിമതരുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഇതിൽ പലരും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയാണ്, പ്രധാന നേതാക്കളാണ്. അതാത് പ്രദേശങ്ങളിൽ വളരെ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാവുന്ന നേതാക്കൾ കൂടിയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പെരുമ്പടപ്പ് ഡിവിഷനിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഹസീന നജീബാണ് വിമത സ്ഥാനാർത്ഥി. കച്ചേരിപ്പടിയിൽ KK നിഷാദ് INTUC നേതാവാണ്. നമ്പ്യാപുരം ഡിവിഷനിലെ റഹീസ സലാം മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ്. മൂലങ്കുടി ഡിവിഷനിൽ KJ സോണി വിമത സ്ഥാനാർത്ഥിയാണ്. ഈരവേലി ഡിവിഷനിൽ മഹിളാ കോൺഗ്രസ് നേതാവ് സുനിത ഷമീർ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. പനയപ്പള്ളിയിൽ ഷീര ഷാബി വിമത സ്ഥാനാർത്ഥിയാണ്. കൽവത്തി ഡിവിഷനിലെ വിമത സ്ഥാനാർത്ഥിയായ സജി കബീർ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. പൂണിത്തുറയിൽ ഹരീഷ് പൂണിത്തുറ അവിടെ ഒരു പ്രാദേശികമായി തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ. അദ്ദേഹം അവിടെ വിമതനായി മത്സരിക്കുന്നു. ഇനി മറ്റ് നഗരസഭകളിലെ കാര്യം പരിശോധിച്ചാൽ കളമശ്ശേരി നഗരസഭയിൽ 2 ലീഗ് വിമതർ ഉൾപ്പെടെ 9 പേർ UDF വിമതരായി മത്സരരംഗത്തുണ്ട്. ബാക്കിയുള്ളവർ കോൺഗ്രസ് വിമതരാണ്. ഏലൂർ നഗരസഭയിലേക്ക് പോയാൽ 3 വാർഡുകളിലായി 5 കോൺഗ്രസ് നേതാക്കൾ വിമതരായി മത്സരിക്കുന്നു. ആലുവയിൽ മുൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 8 പേരാണ് വിമത സ്ഥാനാർത്ഥികളുള്ളത്. മൂവാറ്റുപുഴ നഗരസഭയിൽ 4 ഇടത്ത്
വിമതരുണ്ട്. തൃക്കാക്കര നഗരസഭയിൽ 3 ഡിവിഷനുകളിലും വിമതർ മത്സരിക്കുന്നുണ്ട്. അങ്കമാലി നഗരസഭയിലെ 2 വാർഡുകളിൽ വിമതരുണ്ട്. പാമ്പാക്കുട പഞ്ചായത്തിലേക്ക് പോയാൽ ഈ പാമ്പാക്കുട പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത 15 വാർഡുകളിൽ അവിടെ വിമതരുണ്ട്. ഒപ്പം അവിടുത്തെ തന്നെ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വിമത സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ മൊത്തം 18 വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടെ കോൺഗ്രസ് വിമതരെല്ലാം കൂടി ചേർന്ന് ഐക്യമുന്നണി എന്ന പേരിലാണ് പാമ്പാക്കുടയിൽ മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടി പാമ്പാക്കുടയെ സംബന്ധിച്ചുണ്ട്. ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളിലും വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റ് കണക്ക് നോക്കിയാൽ BJP സംബന്ധിച്ചാണെങ്കിൽ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നൂറുകണക്കിന് സീറ്റുകളിൽ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നൂറുകണക്കിന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല എന്നതുകൂടി പറയേണ്ടതാണ്. കോർപ്പറേഷൻ ഡിവിഷനുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളില്ലാത്ത ഡിവിഷനുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി BJP നേരിടുന്നുണ്ട്. BJP സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചാണെങ്കിൽ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് പകുതിയോളം സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യേണ്ടി വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ജയസാധ്യതയുള്ളതോ ആയ ഒരു വനിതാ സ്ഥാനാർത്ഥികളെ, അത് ജയസാധ്യത എന്ന് തന്നെയല്ല, വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് സീറ്റുകളിൽ എറണാകുളം ജില്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് നോക്കിയാൽ ആലപ്പുഴ ജില്ലയിൽ 2 DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ വിമതരായി മത്സരിക്കുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലെ 3 മുൻ കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇത്തരത്തിലാണ് ഒരു ഏകദേശം ഒരു നമുക്ക് മധ്യകേരളത്തിൻ്റെ ഒരു ചിത്രം. ഈ മറ്റൊന്ന് എടുത്തു പറഞ്ഞാൽ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും UDFന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ UDFന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയാണ് കടമക്കുടി ഡിവിഷനിൽ. കടമക്കുടി ഡിവിഷനെ സംബന്ധിച്ച് സാധാരണ ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ഥാനാർത്ഥി പത്രിക തള്ളപ്പെട്ടു പോയാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിന്തുണയ്ക്കുന്ന അത് അല്ലെങ്കിൽ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഒരു രീതി UDFനുണ്ടായിരുന്നു. പക്ഷേ കടമക്കുടി ഡിവിഷനെ സംബന്ധിച്ച് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരും മത്സരിക്കുന്നില്ല. നേരിട്ട് LDFും BJPയും തമ്മിലുള്ളൊരു മത്സരമായി കടമക്കുടി മാറിയിട്ടുണ്ട്. അവിടെ എന്ത് നിലപാട് UDF സ്വീകരിക്കണം എന്നതാണ് വലിയ വിഷയം. നിലവിൽ അവിടെ പത്രിക തള്ളപ്പെട്ട LC ജോർജ് ഹൈക്കോടതിയെ ഹർജിയുമായി സമീപിച്ചിട്ടുണ്ട്. അവരുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഭദ്ര. ശരി.